ഹലോ നമസ്കാരം, താരസൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിലെ കുറേ കാഴ്ചകളും ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒട്ടാവയിലെ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അത് മോനും വരുമ്പോഴും നടന്നു പോണതാണ്. അപ്പോൾ അവിടുത്തെയുള്ള കുറച്ച് കാഴ്ചകളും കൂടിയാണ് ഞാൻ ആദ്യത്തെ കുറച്ച് വീഡിയോ ആയിട്ടിട്ടേക്കണത്. അപ്പോൾ വഴിയരികിലൊക്കെ ഇവിടെ നല്ല പൂക്കളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2-3 ചെടികൾ വെറുതെ ഉണ്ടെന്നിട്ടാലും അവിടെ നിറച്ച് പൂക്കളായിരിക്കും. അപ്പോൾ അത് ഈ സെപ്റ്റംബർ മാസവും കൂടി അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് മഞ്ഞുകാലം തുടങ്ങണ കാരണം ഇലകളൊക്കെ കൊഴിയും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാനഡ മൊത്തം ഈ പച്ച ഇലകളൊക്കെ മഞ്ഞയും ഓറഞ്ചും കളറൊക്കെ ആകും ഈ മരങ്ങളിലെ ഇലകളെല്ലാനും. അപ്പോൾ അത് ഈ മാസം ലാസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണത്. ഇത് ഞങ്ങൾ ഒട്ടാവയിൽ തന്നെ വന്നിട്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ സന്ദർശിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ നടന്നു പോണതാണിത്. അപ്പോൾ ഓരോ സ്ട്രീറ്റിൽ കൂടിയൊക്കെ ഇങ്ങനെ പഴയതും പുതിയതുമായ പല പല കെട്ടിടങ്ങളും സ്ട്രീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ അവിടെയൊക്കെ പോയിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കടന്നു പോകുന്ന വീഡിയോ ആണിത്. ഇവിടേക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ആയാലും നമുക്ക് നല്ല അടിപൊളി വൈബിലാണ് നടക്കുന്നത്. ചൂടുമില്ല, ഭയങ്കര തണുപ്പില്ല. നല്ല ചൂടാണെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര മടുപ്പായി പോകും. ഇത് നല്ല കൂളിംഗ് ആയിട്ട് കാരണം നമുക്കങ്ങനെ മടുപ്പില്ലാതെ നടക്കാം. ഇത് മോൺട്രിയലിലെ ഒരു പള്ളിയാണ്. വലിയൊരു പള്ളിയാണിത്. എന്ന് വെച്ചാൽ ഇതിലെ സ്റ്റെപ്പുകൾ തന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് കയറി മുകളിലോട്ട് കയറി പോകണം സ്റ്റെപ്പുകളുമേ കൂടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ഈ പള്ളി നിൽക്കുന്നത്. മോൺട്രിയലിലാണ് ഈ സ്ഥലം. അവിടുത്തെ നല്ലൊരു വലിയ പള്ളിയാണ്. സെൻറ്റ് ജോസഫ്സ് ചർച്ചാണിത്. കണ്ട ഇതുപോലെ നമ്മൾ താജ്മഹലിലൊക്കെ പോണ പോലെയുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി എന്നിട്ടൊന്ന് നിന്നിട്ടൊക്കെയാണ് കയറി പോണത്. നല്ല വെയിലത്താണ് ഞങ്ങൾ പോണത്. പക്ഷേ ഒട്ടും ചൂടില്ല വെയിലിനൊന്നും. ചെറിയ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ കയറി പോണത്. അപ്പോൾ തിരക്ക് കുറവാണ് ഇവിടെയൊക്കെ. അന്ന് ഞങ്ങൾ പോയത് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ അന്ന് തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളൊക്കെ കാരണം തിരക്ക് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച സമയത്താണ് കയറണത്. വൈകിട്ടാണ് ഇവിടെ നല്ല തിരക്ക് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഞങ്ങൾ പതുക്കെ പതുക്കെ കയറി ഇടയ്ക്ക് നിന്നും കയറിയൊക്കെയാണ്. പിള്ളേർ രണ്ടുപേരും വേഗം ഓടിക്കയറി. ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ കുറേശ്ശെ സ്റ്റെപ്പ് കയറി നിന്നിട്ടൊക്കെയാണ്. ഒറ്റയടിക്ക് നമുക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കയറിയത്. പക്ഷേ നല്ല അടിപൊളി വൈബായിരുന്നു. മുകളിൽ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതാണത്. പിന്നെ ഞങ്ങൾ മോൺട്രിയലിൽ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ കണ്ടതാണ് ഇതൊക്കെ. പിന്നെ ഇത് നോട്ടർഡാം പള്ളിയാണത്. നോട്ടർഡാം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വലിയ പള്ളിയാണ്. നല്ല പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണത്. പള്ളിയുടെ ഉള്ളിലൊക്കെ ഉള്ള വീഡിയോ ഒക്കെ കുറച്ച് ഞങ്ങൾ എടുത്തുള്ളൂ. കൂടുതലും നമ്മൾ പള്ളിയുടെ ഉള്ളിലെ വീഡിയോകളൊന്നും അധികം എടുക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് വശമാണിത്. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ കലാകാരന്മാരൊക്കെ വന്ന് പാട്ടുകളൊക്കെ പാടും. പിയാനോവും ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംഗീത പരിപാടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ വിദേശികളൊക്കെ വന്ന് അവർക്ക് പൈസ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള ആസ്വാദ്യകരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരും ഈ 2 പേരൊക്കെ ആയിട്ട് വന്ന് പരിപാടികളൊക്കെ അവതരിപ്പിക്കും. അതൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ
പിന്നെയും കാണുമ്പോഴാണ് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടല്ലോ എന്നൊക്കെ ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം മക്കളൊക്കെ ഇവിടെ ഉണ്ടായ കാരണം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഓർഡറായിട്ടൊന്നുമല്ല ഈ വീഡിയോ ഇടുന്നത്, പല പല വീഡിയോകളായിട്ടാണ് ഇടുന്നത്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് നോട്ടർഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി താമസിക്കണ എയർബിഎൻബി എന്നാണ് അതിനെ പറയണത്. അപ്പോൾ അത് അവിടെ പോയി താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്ന ദിവസത്തെ കാഴ്ചകളാണത്. അപ്പോൾ ഇത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലമാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. കിങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറേ നേരമൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ ഒരു തടാകമുണ്ട്. അവിടെ ബോട്ട് സർവീസൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ ഇറങ്ങി പിന്നെ പാർക്കുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എപ്പോഴും നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി, രാത്രിയായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലേക്കുള്ള സൈഡിൽ, ഹോട്ടലുകളുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ കസേരകളൊക്കെ ഇട്ട് അവിടെ എല്ലാവരും ഇങ്ങനെ ഹോട്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും എല്ലാവരും. പെട്ടെന്ന് എനിക്കൊന്നും പോകുന്നില്ല. അവരിങ്ങനെ കൂട്ടം കൂടി സംസാരിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് അവർ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വൈബ്. അപ്പോഴാണ് ജോലി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നടക്കാനും പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചൊക്കെയാണ് രാത്രി അവർ തിരിച്ചു പോണത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് സന്തോഷിക്കാനാണ് അവർ കൂടുതൽ സമയം കണ്ടെത്തണത്. അവരവർ ജോലി എടുക്കുന്നതിന് അനുസരിച്ച് അവരവരുടെ സന്തോഷവും കണ്ടെത്തുന്നു. ഫാമിലിയായിട്ടും പിന്നെ എല്ലാവരുമായിട്ടും കൂടുതൽ സൗഹൃദമൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൂടുതൽ സമയം അവർ സന്തോഷിക്കാനും പിന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്